We have to prove that the set Q of rational numbers is denumerable. Rational number set denumerable ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് റാഷണൽ സെറ്റ് കൗണ്ടബിൾ ആണെന്നാണ്. കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തമ്മിലുള്ള കണക്ഷൻ ഉപയോഗിക്കുകയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഒന്ന് പ്രൂവ് ചെയ്ത ക്യൂ കൗണ്ടബിൾ ആണെന്ന്. ഏതാണ് സ്റ്റേറ്റ്മെന്റ്? എന്നിൽ നിന്ന് ക്യൂവിലേക്ക് നമുക്ക് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട സെറ്റ് ക്യൂ ആണ്. എന്നിൽ നിന്ന് ക്യൂവിലേക്ക് ഒരു സർജക്റ്റീവ് മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ മതി, അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് എന്നിലേക്ക് ഒരു ഇൻജക്റ്റീവ് മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാലും മതി. അപ്പൊ ഈ ഐഡിയ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ക്യൂ ഡെന്യൂമറബിൾ ആണ് അല്ലെങ്കിൽ ക്യൂ കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ആദ്യം റാഷണൽ നമ്പർ സെറ്റ് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ക്യൂ എന്ന് പറഞ്ഞാല് ക്യൂ എന്നുള്ള സെറ്റിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ക്യൂനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ക്യൂ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് മീൻ എന്താണ് ക്യൂ എന്ന് പറഞ്ഞാല്? ഫസ്മിനൊക്കെ ക്ലാസ് കാണാൻ ഒരുപാട് കമ്പനികൾ ഉണ്ട് അറിയാം. ക്യൂവിലുള്ള എലിമെന്റ്സ് എങ്ങനെ ഉണ്ടാവുക? M/N ഫോമില് M/N എന്തായിരിക്കും? N ≠ 0. M/N എന്താണ്? M/N എന്താണ്? നാച്ചുറൽ നമ്പർ ആയിക്കോണമെന്നില്ല, നെഗറ്റീവ് റാഷണൽ നമ്പർ ഉണ്ടായിക്കൂടെ? M/N are integers and N not equal to 0. അത് Q എന്ന് പറഞ്ഞാല് A/B ഫോമിലുള്ള M/N ഫോമിൽ M/N എഴുതാൻ കാരണം M/N എന്ന് കണ്ടാൽ നമ്മൾ എപ്പോഴും ഇന്റിജർ ആണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. M/N അല്ലെങ്കിൽ P/Q, set of the points in the form P/Q അല്ലെങ്കിൽ M/N, where numerator and denominator are integers, whole numbers, and the denominator cannot be 0. അപ്പോൾ ഈ സെറ്റിൽ ഒരു എന്യൂമറേഷൻ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഈ സെറ്റിലുള്ള എലമെന്റ്സിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു എന്യൂമറേഷൻ പ്രോസസ് ഉണ്ടെന്നാണ് നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പ്രൂവ് ചെയ്യാൻ റാഷണൽ നമ്പേഴ്സിനെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക. റാഷണൽ നമ്പേഴ്സ്, ഈ നമ്പേഴ്സ് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കുക. ലിസ്റ്റ് ചെയ്യുക പറഞ്ഞാല് നമ്മൾ ആദ്യം ഇതിനെ മൂന്നായിട്ട് തരംതിരിക്കുക. ഈ റാഷണൽ നമ്പേഴ്സിനെ മൂന്നായിട്ട് തരംതിരിക്കുക. ഒന്നെന്താ വെച്ചാല് ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. രണ്ടാമത് സിംഗിൾട്ടൺ 0. മൂന്നാമത് ക്യൂ മൈനസ്. ക്യൂ പ്ലസ് എന്ന് പറഞ്ഞാല് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്, പിന്നെ സിംഗിൾട്ടൺ 0, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. ഇതൊക്കെ പാടെ കൂടിയതാണ് ക്യൂ. ഇതൊക്കെ കൂടെ ചേർന്നതാണ് ക്യൂ അല്ലെ? നമ്മള് ആദ്യം നമ്മള് ക്യൂ പ്ലസ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യും. ക്യൂ പ്ലസ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്ത സെയിം ആർഗ്യുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്യൂ മൈനസ് കൗണ്ടബിൾ ആണെന്ന് പറയാം. 0 കൗണ്ടബിൾ ആണ് നമുക്ക് അറിയാം, കാരണം ഫൈനൈറ്റ് ആണ്, അതും കൗണ്ടബിൾ ആണ്. അപ്പൊ ഇതിന്റെ യൂണിയൻ കൗണ്ടബിൾ ആണ് നമുക്ക് കിട്ടും. അപ്പൊ ക്യൂ പ്ലസിലെ എലമെന്റ്സിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ക്യൂ പ്ലസിലെ എലമെന്റ്സിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. 1/1, 1/2, 1/3, 1/4, 1/5 etc. ഇത് ന്യൂമറേറ്റർ 1 ആയിട്ട് വരുന്ന നമ്പേഴ്സ് എടുക്കുക ആദ്യം, പിന്നെ ന്യൂമറേറ്റർ 2 ആയിട്ട് വരുന്ന നമ്പേഴ്സ്,
2 by 1, 2 by 2, 2 by 3, 2 by 4, 2 by 5, etc. ഈ ന്യൂമറേറ്റർ 3 ആയിട്ട് തന്നെ നമ്പേഴ്സ് 3 by 1, 3 by 2, 3 by 3, 3 by 4, 3 by 5, etc. അങ്ങനെ 4 by 1, 4 by 2, 4 by 3, 4 by 4, 4 by 5, etc. ഇങ്ങനെ ഈ നമ്പേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് പോസിബിൾ ആണ് സെറ്റ് ഓഫ് റാഷണൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്. സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഈ അറേഞ്ച്മെന്റ് നമ്മൾ നേരത്തെ ചെയ്തതിനോട് കണക്റ്റഡ് ആണ്. നമ്മൾ n ക്രോസ് എന്നിലെ എലമെന്റ്സിനെ എഴുതി അതേപോലെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ മെയിൻ ഡയഗണൽ നോക്കൂ. ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് തന്നെയല്ലേ, 1 തന്നെയല്ലേ. 1 by 1 എന്ന് പറഞ്ഞാലും 2 by 2 പറഞ്ഞാലും 3 by 3 എന്ന് പറഞ്ഞാലും 4 by 4 എന്ന് പറഞ്ഞാലും ഒരേ നമ്പറാണ്. ഇനി അത് മാത്രമല്ല, എന്താ പറയാ 2 by 1 by 2, 2 by 4, ഇവിടെ 3 by 6 ഇങ്ങനെ വരാനുണ്ട്. വേറെയുണ്ട് ഇതുപോലെ 1 by 3, 2 by 6. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ അറേഞ്ച്മെന്റിന്റെ ഒരു പ്രശ്നം. n ക്രോസ് എന്നും ഇതും തമ്മിലുള്ള വ്യത്യാസം, n ക്രോസ് എന്നിൽ 1 1 ഉം 2 2 ഡിഫറെന്റ് ആണ്. ഇവിടെ 1 1, 1 by 1, 2 by 2 ഇതൊക്കെ ഇതിൽ ഒരുപാട് നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പൊ 2 by 1 ഉം 4 by 2 ഉം ഒരേ നമ്പർ അല്ലേ? 4 by 2 ഉം 2 by 1 ഒരേ നമ്പർ അല്ലേ? അതേപോലെ 3 by 1 ഉം 6 by 2 ഉം ഒരേ നമ്പർ അല്ലേ? അപ്പൊ എന്താണെങ്കിലും നമുക്ക് റാഷണൽ നമ്പേഴ്സിന് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് എഴുതാം. ഈ അറേഞ്ച്മെന്റിന് നമ്മൾ കാണുന്ന ഒരൊറ്റ ന്യൂനത, ഈ നമ്പറിൽ, ഈ അറേഞ്ച്മെന്റിൽ പല നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്യണം കേട്ടോ. f of mn equal to m by n. m, n belongs to n. അതായത് നമ്മൾ നേരത്തെ എഴുതിയിരുന്ന സാധനം ഉണ്ടല്ലോ, നേരത്തെ എഴുതിയിരുന്ന നമ്പേഴ്സ് ഏതായിരുന്നു? 1 1, 1 2, 1 3, 1 4, 2 1, etc. 2 1, 2 2, 2 3, 2 4. നമുക്ക് എങ്ങനെ ഇത് തമ്മിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യാം. ഈ രണ്ട് സെറ്റ് നമ്മൾ കണക്ട് ചെയ്യാം. 1 1 നെ 1 by 1 ലേക്ക്, 1 2 നെ 1 by 2 ലേക്ക്, 1 3 നെ 1 by 3 ലേക്ക്. ഇങ്ങനെ ഒരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്താലേ this mapping is നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞേ. ടെക്സ്റ്റ് ബോക്സിൽ എഴുതിക്കുക, അതാണ് നല്ലത്. ഈ മാപ്പിനെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഓപ്ഷൻ എ 1 1,
Option B on to. Option C 1 1 and on to. നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിൽ ഒന്ന് എഴുതിക്ക ആൻസർ. ടെക്സ്റ്റ് ബോക്സിൽ പിന്നെ ആൻസർ ഒന്ന് എഴുതിക്കേ. യെസ് ഓൺ ടു ബി. അപ്പോൾ ഈ മാപ്പ് ഓൺ ടു ആണ്. കാരണം എന്താണ്? 1 1ന്റെ ഇമേജ് 1/1 ആണ്, 2 2ന്റെ ഇമേജ് 2/2 ആണ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും ഒരേ നമ്പറിലേക്കാണ് മാപ്പ് ചെയ്യണത്. 1 1ന്റെ ഇമേജ് 1 ആണ്, 2 2ന്റെ ഇമേജ് 1 ആണ്, 3 3ന്റെ ഇമേജ് 1 ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് എലമെന്റ്സിന്റെ ഇമേജ് സെയിം ആയിരിക്കും. അപ്പോ നമുക്ക് f from n cross n to q plus is a surjection. നമുക്കറിയാം n cross n ഡെന്യൂമറബിൾ ആണ്. നമുക്കറിയാം n cross n is ഡെന്യൂമറബിൾ. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. n cross n ഡെന്യൂമറബിൾ ആണ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? n cross n ഡെന്യൂമറബിൾ ആണെന്ന് പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? there exists a bijection g from n to n cross n. അല്ലേ? ഡെന്യൂമറബിൾ സെറ്റിലേക്ക് നാച്ചുറൽ നമ്പറിൽ നിന്ന് ഒരു ബൈജക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക, g is നോക്കുക, ഇനി നോക്കുക, n ഉണ്ട് നമ്മളുടെ കയ്യില്, n cross n ഉണ്ട് നമ്മളുടെ കയ്യില്, q ഉണ്ട് നമ്മളുടെ കയ്യില്. n cross n ൽ നിന്ന് q ലേക്ക് f എന്നുള്ള ഒരു സർജക്റ്റീവ് മാപ്പ് ഉണ്ട്. n ൽ നിന്ന് n cross n ലേക്ക് g എന്നുള്ള ഒരു ബൈജക്റ്റീവ് മാപ്പ് ഉണ്ട്. Then the composition of these functions, the composition എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുക. composition, this map is f composite g. f composite g is a map from n to q plus, sorry ഇത് q plus ആണ്, n to q plus. ഈ മാപ്പ് എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഈ മാപ്പ് a ആണോ b ആണോ c ആണോ? ഈ മാപ്പ് എന്താണെന്ന് പറയാൻ പറ്റുക? f composite g is ഒരു മാപ്പ് ഓൺ ടു ആണ്, ഒരു മാപ്പ് 1 1 ഓൺ ടു ആണ്. അപ്പൊ ഓൺ ടു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ f composite g is on to അല്ലെങ്കിൽ ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള സാധനം എന്താണ്? f composite g is a surjection from n to q plus. നോക്കുക, n ൽ നിന്ന് s ലേക്ക്
ഒരു സർജക്റ്റീവ് മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാല് എന്നിൽ നിന്ന് എസിലേക്ക് ഒരു സർജക്റ്റീവ് മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാല് എസ് കൗണ്ടബിൾ ആണ്. ഇപ്പൊ നമ്മൾ എന്നിൽ നിന്ന് ക്യൂ പ്ലസിലേക്ക് ഒരു സർജക്റ്റീവ് മാപ്പ് ഡിഫൈൻ ചെയ്തു. എന്നിൽ നിന്ന് ക്യൂ പ്ലസിലേക്ക് ഒരു സർജക്റ്റീവ് മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്തു. therefore q plus is enumerable. q plus is enumerable അല്ല, ആ റിസൾട്ട് പ്രകാരം enumerable എന്നല്ല കിട്ടുക, countable എന്നാണ് കിട്ടുക. countable. q plus is countable. Now what about q minus? q minus നമുക്കൊന്നും പറയാനില്ല. f of mn equal to minus m by n. ഇതിനൊക്കെ നെഗറ്റീവ് ഇട്ടാ q minus ആയില്ലേ. q minus എന്ന് പറഞ്ഞാൽ -1/1, -1/2, -1/3, -1/4 etc. നിർത്താൻ മതി. സോ q minus കിട്ടാന് ഈ മാപ്പിംഗില് f of mn equal to -m by n എന്ന് കൊടുത്താൽ മതി. ഇതേപോലെ റിസൾട്ട് ഇതാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഇതേപോലെ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര എഴുതണ്ടോ, നമ്മൾ ഇങ്ങനെയാണ് പറയാ, സിമിലർലി. നമ്മൾ ഇതാണ് പറയാ, സിമിലർലി q minus is enumerable. Again enumerable അല്ല, countable. enumerable ആണ്, പക്ഷെ നമ്മളുടെ റിസൾട്ട് പ്രകാരം നമുക്ക് പറയാൻ പറ്റിയ countable എന്നാണ്. Now q equal to q plus union singleton 0 union q minus is countable. Now q is countable എന്ന് കിട്ടും. q countable ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ either finite or enumerable. q is not finite. കാരണം since natural number set n is a subset of q, q ന്റെ ഒരു പാർട്ട് ആണ് natural number set. So q cannot be finite. Q is enumerable. ഇതാണ് നമ്മളുടെ പ്രൂഫ്. Since n contained in q cannot be finite. So q is enumerable. q countable ആണെന്നില്ലേന്ന് enumerable ആണെന്ന് കിട്ടാൻ വരെ നമ്മളൊരു ആർഗ്യുമെന്റ് പറയണ്ടേ. n q ന്റെ ഒരു പാർട്ട് ആയതുകൊണ്ട് q ന് ഒരിക്കലും ഫൈനൈറ്റ് ആവാൻ കഴിയില്ല. അതുകൊണ്ട് q ന് എന്താവാനേ പറ്റുള്ളൂ, enumerable ആവാനേ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് തിയറത്തിന്റെ പ്രൂഫ്.